ഹരേ കൃഷ്ണ. അങ്ങനെ യുദ്ധകാണ്ഡത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും തന്നെ ലങ്കയിൽ മരിച്ചു കഴിഞ്ഞു. ഇനി രാവണനാണ് അവശേഷിക്കുന്നത്. രാവണൻ യുദ്ധത്തിന് തയ്യാറാകുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് രാവണൻ ചണ്ഡീപൂജ ചെയ്യാനായിട്ട് പോകുന്നു. വില്ലുമേന്തി ശ്രീഹരി പടയ്ക്കു പോകുന്നത് സന്തോഷത്തോടു കൂടി ദേവന്മാർ ആകാശത്തു നിന്ന് കണ്ടു. ഇന്ദ്രദേവൻ പവനദേവനെ ലങ്കയിലേക്ക് അയച്ചു. രാവണൻ്റെ ചണ്ഡീപൂജ മുടക്കാൻ രാമൻ വിഭീഷണനുമായി ആലോചിച്ചു. വായുപുത്രനെ ലങ്കയിലേക്ക് അയച്ചു. അവിടെ അപ്പോൾ ബൃഹസ്പതി രാവണന് ചണ്ഡീപാഠം നൽകുകയാണ്. മൂഷിക രൂപത്തിൽ അകത്തു കടന്ന ഹനുമാൻ സ്വരൂപം ധരിച്ചു നിന്നു. ബൃഹസ്പതി ഭയന്നു. മഹാത്മ്യ ശ്ലോകം പിഴച്ചു. പൂജ അക്ഷരലോപത്താൽ അശുദ്ധമായി. ചണ്ഡിക യുദ്ധം വെടിഞ്ഞു. കൈലാസത്തിലേക്ക് തിരികെ പോയി. രാവണൻ ശോകത്തോടെ കരഞ്ഞപേക്ഷിച്ചിട്ടും ചണ്ഡികാദേവി തിരിഞ്ഞു നോക്കിയില്ല. ഈ സമയത്താണ് ഇന്ദ്രരഥത്തിൽ കയറി വിജയകോദണ്ഡവുമായി രാമൻ യുദ്ധത്തിന് വന്നത്. രാമനും ലക്ഷ്മണനും വിഭീഷണനും സുഗ്രീവനും 4 പേരും കൂടി ആലോചിച്ച് കൊണ്ടിരിക്കുന്നു. രാമന് യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. സീതയെ ഉപേക്ഷിച്ചു പോകും എന്ന് ധരിച്ചിരിക്കുകയാണ് രാവണൻ. ഇന്ദ്രജിത്തും മഹീരാവണനും മരിച്ചു. സീതാദേവിയെ കിട്ടിയാൽ ആ ദുഃഖമെല്ലാം തീരും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് രാവണൻ ഇരിക്കുമ്പോൾ വിഭീഷണൻ രാമനെ ഉപദേശിക്കുന്നു. ഞങ്ങൾ 3 പേരും തപസ് ചെയ്യുമ്പോഴുണ്ടായ ഒരു സംഭവം പറയാം. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മരണം ഇല്ലാതാകണമെന്ന വരമാണ് രാവണൻ ചോദിച്ചത്. ബ്രഹ്മാവ് പറഞ്ഞു, അമരത്വം വരമായി ചോദിക്കരുത്, മറ്റെന്തെങ്കിലും ചോദിക്കുക. ദശാനനൻ പറഞ്ഞു, മറ്റൊരു വരവും വേണ്ട, അതുല്യമായ ഐശ്വര്യമോ ധനമോ കൊണ്ട് യാതൊരു കാര്യവുമില്ല. ദശാനന, എന്തിനാണ് ദുഃഖിക്കുന്നത്? മരണമുണ്ടാകാത്ത എന്തൊക്കെ വ്യവസ്ഥകളുണ്ട്? യുദ്ധത്തിൽ 10 തലകളറുത്താലും കാലുകൾ ഛേദിച്ചാലും തുണ്ടം തുണ്ടമാക്കിയാലും എൻ്റെ അനുഗ്രഹത്താൽ ശരീരം ഒന്നായി ഒട്ടിച്ചേർന്ന് ജീവിക്കും. മർമ്മത്തിൽ ബ്രഹ്മാസ്ത്രം പതിച്ചാൽ മാത്രമേ നീ മരിക്കൂ. മറ്റ് അസ്ത്രങ്ങൾക്കൊന്നും നിന്റെ ശരീരത്തിൽ ഒരു മുറിവും ഉണ്ടാക്കാൻ കഴിയുകയില്ല. നീ ഈ മൃത്യുബാണം സൂക്ഷിച്ചു വെച്ചുകൊള്ളുക. ഇത് ബ്രഹ്മാസ്ത്രത്തെ സംഹരിക്കാം. എന്നാൽ മൃത്യുബാണം ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ നീ മരിക്കും. ആ അസ്ത്രം മണ്ഡോദരിയാണ് സൂക്ഷിക്കുന്നത്. ആ അസ്ത്രം നാഭിയിൽ കൊണ്ടാൽ രാവണൻ മരിക്കും. ഈ വരം കൊടുത്തത് ശിവനാണെന്നും പറയുന്നു, ബ്രഹ്മാവാണെന്നും പറയുന്നു. എന്തായാലും മൃത്യുബാണം കൊണ്ട് രാവണൻ്റെ പതനം ഉറപ്പാക്കാം. ഇത് എനിക്കറിയാവുന്ന കാര്യമാണ് എന്ന് വിഭീഷണൻ രാമന് പറഞ്ഞു കൊടുക്കുന്നു. വിഭീഷണ വാക്യം കേട്ട രാമൻ മിത്രങ്ങളോട് ചോദിച്ചു, രാവണനെ വധിക്കാൻ പറ്റുകയില്ലേ? വിഭീഷണൻ പറഞ്ഞ ആ ബാണം ആരാണ് കൊണ്ടുവരുന്നത്? അത് കൊണ്ടുവന്നാലേ രാവണനെ വധിക്കാൻ പറ്റുകയുള്ളൂ. ആർക്കും ചെന്നെത്താൻ പറ്റാത്ത മണ്ഡോദരി ഭവനത്തിലാണ് അതുള്ളത്. ആ സമയത്താണ് പവനനന്ദനൻ അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ കൊണ്ടുവരാം പ്രഭു, ആജ്ഞ തന്നാൽ മതി, ഇപ്പോൾ തന്നെ ഞാൻ പോകാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ്റെയും ജാമ്പവാൻ്റെയും മുമ്പിൽ നമസ്കരിച്ചിട്ട് ഹനുമാൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ രൂപം സ്വീകരിച്ചു. പൂണുനൂൽ, ഒട്ടിയ കവിൾ, ചുളി വീണ നെറ്റിയിൽ ഗോപിയും കുറിയും, ഇടതു കൈയിൽ വിഷറി, ഇങ്ങനെയുള്ള വേഷമണിഞ്ഞ് ജയ ജയ രാവണ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ലങ്കാപുരിയിലെത്തി. താൻ ജ്യോതിഷ പണ്ഡിതനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് റാണിയുടെ മുമ്പിൽ ചെന്നു. മണ്ഡോദരി പാർവതി പൂജ ചെയ്യുകയായിരുന്നു. ചുറ്റും 10,000 സപത്നിമാർ. വൃദ്ധനെ കണ്ട് മണ്ഡോദരി സിംഹാസനം നൽകി. ബ്രാഹ്മണൻ കക്ഷത്തിൽ നിന്നും ദർഭാസനം എടുത്തു. എന്നിട്ട് നിലത്തിട്ട് ഇരുന്നു കൊണ്ട് പറഞ്ഞു തുടങ്ങി. ഞാൻ വളരെ കാലമായി രാവണനെ കുറിച്ച് ഓർക്കുന്നു. നരന്മാരും വാനരന്മാരും എതിർക്കുമ്പോൾ രാവണൻ ജയിക്കാൻ ഞാൻ ആശീർവദിക്കുന്നു.
ഞാൻ എന്നും ഗണിച്ചു നോക്കാറുണ്ട് അന്നന്നത്തെ യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന്. മണ്ഡോദരിയുടെ കയ്യിലുള്ള ധനം ഉള്ളിടത്തോളം കാലം രാവണനെ 100 രാമന്മാർ വന്നാൽ പോലും വധിക്കാൻ കഴിയുകയില്ല. ആർക്കും കഴിയില്ല രാജാവിൻ്റെ മരണം സാധ്യമാക്കാൻ. മണ്ഡോദരി കൈ കൂപ്പിക്കൊണ്ട് ചോദിച്ചു, എന്താണ് മഹാബ്രാഹ്മണ ആ ധനം? എന്താണിത് പറയുന്നത്? ലങ്കാപുരിയിൽ സുരക്ഷിത സ്ഥാനത്ത് അതിരിക്കുന്നുവല്ലോ. ഞാൻ പറഞ്ഞു തരാം, പക്ഷേ ബ്രഹ്മാവ് ചോദിച്ചാലും അത് പറയരുത്. ഇതൊരത്ഭുത ജ്യോത്സ്യനാണല്ലോ എന്ന് കരുതിക്കൊണ്ട് മണ്ഡോദരി പറഞ്ഞു, ആ ധനം ഞാൻ പരമഗോപ്യമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഉടനെ ബ്രാഹ്മണ രൂപത്തിലുള്ള ഹനുമാൻ പറഞ്ഞു, വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കണേ. ഇങ്ങനെ മണ്ഡോദരി ഉപദേശിച്ചിട്ട് ബ്രാഹ്മണൻ പോയി. 2 ചുവട് മുമ്പോട്ട് വെച്ചിട്ട് തിരികെ വന്നു. മണ്ഡോദരി ഹീനബുദ്ധിയായ നാരിയാണല്ലോ, റാണിയും സുരക്ഷിതമായി ഒളിച്ചു വെച്ചിട്ടുണ്ടാകാം. എന്നാലും ഞാനത് വിശ്വസിക്കുന്നില്ല. ശത്രുവായ വിഭീഷണൻ ദുരുപദേശം നൽകി വീടു തകർത്ത് അത് കവർന്നെടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വിഭീഷണന് അറിയാത്ത ഒരു സ്ഥാനവുമില്ല. അത് കേട്ട് മണ്ഡോദരി പറഞ്ഞു, ശരിയാണ്, ഇത് പുറത്തിരുന്നാൽ വിഭീഷണൻ കൊണ്ടുപോകാനിടയുണ്ട്. രാജാവിൻ്റെ ഗുണകാംക്ഷിയായ അങ്ങയോട് പറയാമല്ലോ, ഈ സ്ഫടിക സ്തംഭത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആ ധനം. മാരുതി ഒറ്റച്ചവിട്ടിന് ആ സ്ഫടിക സ്തംഭം തകർത്തു. ബാണം എടുത്തുകൊണ്ട് ചാടി സ്വരൂപം ധരിച്ചു കോട്ടയുടെ മുകളിൽ ചെന്നിരുന്നു. ബാണം എടുത്തുകൊണ്ട് ചെന്ന് രഘുനാഥനെ പ്രണമിച്ചു. രാമൻ മഹാ ആനന്ദത്തോടെ ഹനുമാനെ ആലിംഗനം ചെയ്തു. വാനരന്മാർ രാമജയമന്ത്രഘോഷം മുഴക്കി. രാമൻ രാവണനെ വെല്ലുവിളിച്ചു. രാവണ, നിനക്ക് മരണം അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വില്ലിൽ ഞാണൊലി കേൾപ്പിച്ചു. ഭീകരമായ യുദ്ധം വീണ്ടും തുടങ്ങി. രാവണൻ ശരമാരി ചൊരിഞ്ഞു. സാരഥി മാതലി ബാണവർഷത്തിൽ ഭയന്നു. രാമൻ ഓരോ ബാണവും നിർവീര്യമാക്കി. ദേവന്മാർ യുദ്ധം കണ്ടുകൊണ്ടു നിന്നു. രാമൻ മൃത്യുബാണം വില്ലിൽ തൊടുത്തു. ഹംസാകൃതിയിൽ മുഖമുള്ള ബാണത്തിൽ അഗ്നി ഒളിഞ്ഞിരിക്കുന്നു. ബാണമധ്യത്തിൽ ശിവൻ, 49 മരുത്തുകളും പർവ്വതരാജനും യമനും ബാണത്തിലുണ്ട്. കൃഷ്ണവർണ്ണമുള്ള ബാണമുഖത്തു നിന്നും ചിന്തുന്ന കനകപ്രഭ ലോകത്തെ മുഴുവൻ ദീപ്തമാക്കി. ബാണത്തിൻ്റെ ഗർജന ശബ്ദത്തിൽ ലോകം വിറച്ചു. പർവ്വതം കുലുങ്ങി, സാഗരം പെരുകി. മന്ത്രം ജപിച്ച് രാമൻ അമ്പു തൊടുത്തു. ബാണത്തിൽ നിന്നും പുക പരന്നു. ബാണമുഖത്തിൽ ബ്രഹ്മാഗ്നി ജ്വലിച്ചു. രാമൻ തൊടുത്തിരിക്കുന്നത് മൃത്യുബാണമാണെന്ന് രാവണൻ തിരിച്ചറിഞ്ഞു. ഈ ബാണം കൊണ്ട് തൻ്റെ പ്രാണൻ പോകുമെന്ന് മനസ്സിലാക്കി. വിശ്വാമിത്രനെ സ്മരിച്ചു കൊണ്ടയച്ച ബാണം രാവണൻ്റെ മാറിടത്തിൽ പതിച്ചു. തേർത്തട്ടിൽ നിന്ന് ലങ്കാധിപൻ ഭൂമിയിൽ പതിച്ചു. ബ്രഹ്മാദിദേവന്മാർ ആകാശത്തു നിന്നു അത് കണ്ടു. സൂര്യനും ചന്ദ്രനും ഇന്ദ്രനും വരുണനും 30 മുക്കോടി ദേവന്മാരും ഒരിടത്ത് ഒത്തുകൂടി. ഹരേ കൃഷ്ണ. ചിലർ പറഞ്ഞു, ഇക്കുറി രാവണൻ മരിക്കും. കയ്യും കാലും വെട്ടിയാലും രാവണൻ മരിക്കില്ല. എത്ര പ്രാവശ്യം മരിച്ചതാണ്, എന്നിട്ടും ജീവിച്ചു വന്നില്ലേ? ആർക്കറിയാം, ഈ പ്രാവശ്യം എഴുന്നേൽക്കില്ല എന്ന് ആർക്കറിയാം. ഏതായാലും ചിതാഗ്നിയിൽ നിന്നും പുക ഉയരുന്നതുവരെ അടുത്തു പോകേണ്ട എന്ന് തീരുമാനിച്ചു. ചിലർ രാവണൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. മറ്റു ചിലർ ഭയന്നോടി. ഹരേ കൃഷ്ണ. വാൽമീകി എഴുതിയിരിക്കുന്നത് രാവണൻ മരിക്കുകയില്ല എന്നാണ്. വാൽമീകി രാമായണത്തിൽ രണഭൂമിയിൽ രാവണൻ മഹാനിദ്ര ചെയ്യുന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഈ വിഷയത്തിൽ ധാരാളം തർക്കങ്ങളുണ്ട്. നമുക്കറിയാം, രാമായണം ഒരുപാടുണ്ട്. ചിലർ പറയുന്നു രാവണന് അമരത്വമില്ല, രാവണൻ മരിക്കും, രാവണൻ ദുർജയനാണ് എന്നല്ലാതെ അമരനാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് തർക്കിച്ചു. മഹാനിദ്ര എന്ന് വാൽമീകി ഉപയോഗിച്ചിരിക്കുന്നത് മൃത്യു എന്ന് തന്നെയാണ് എന്ന് ചില വ്യാഖ്യാനങ്ങളുണ്ട്. എന്തു തന്നെയായാലും രാവണൻ ഇനിയില്ല, അക്കാര്യത്തിൽ സന്ദേഹമില്ല.
ഈ സമയത്ത് രാമൻ വിചാരിച്ചു, എൻ്റെ പരമഭക്തനായ ദശാനനന് ശാപം നിമിത്തം ലഭിച്ച രാക്ഷസ ജന്മം അവസാനിക്കുകയാണ്. ശരത്തിൻ്റെ ആഘാതത്താൽ തകർന്ന് രണഭൂമിയിൽ വീണിരിക്കുന്നു. രാവണന് ദർശനം നൽകാം. ഇപ്പോൾ പ്രാണൻ വെടിയും, അക്കാര്യത്തിൽ സന്ദേഹമില്ല. ലക്ഷ്മണനെ പറഞ്ഞയച്ച് വിവരമറിയിക്കാം. അനുജ, രാജകുടുംബത്തിലാണ് നമ്മൾ രണ്ടുപേരും ജനിച്ചത്. കുറേ കാലം വനത്തിൽ ചുറ്റിക്കറങ്ങി, എത്രയോ കാലം മുനിമാരുടെ കൂടെ താമസിച്ചു. രാജനീതി പഠിച്ചില്ല. കാട്ടിൽ താടകയെ വധിച്ചു. വിവാഹവും കഴിഞ്ഞ് അയോധ്യയിൽ ചെന്നപ്പോൾ രാജനീതി പഠിക്കാമെന്ന് വിചാരിച്ചു. ആശ നിരാശയായി. അച്ഛൻ്റെ സത്യം പാലിക്കാൻ വനത്തിലേക്ക് പോന്നു. 14 വർഷമായി കുരങ്ങിൻ്റെയും കരടിയുടെയും ഇടയിൽ ചുറ്റിത്തിരിയുന്നു. തിരികെ അയോധ്യയിൽ ചെന്നാൽ രാജ്യം ലഭിക്കും. പക്ഷേ ധർമ്മമേതാണ് അധർമ്മമേതാണ് എന്ന് ഇതുവരെ നമുക്ക് നിശ്ചയമായിട്ടില്ല. രാവണൻ പ്രസിദ്ധനായ രാജാവാണ്. എല്ലാം വ്യാഖ്യാനിക്കാൻ കഴിയും. രാക്ഷസ രീതിയിൽ ധർമ്മം നടത്തുകയായിരുന്നു രാവണൻ. രാവണനോട് രാജനീതി ചോദിച്ചു പഠിക്കണം. ഇപ്പോൾ തന്നെ ചെന്ന് 3-4 പാഠങ്ങൾ ചോദിച്ചിട്ട് വരൂ. അമൂല്യ രത്നങ്ങൾ അസ്ഥാനത്തായിരിക്കും കാണപ്പെടുക എന്നാണ് ശാസ്ത്രം പറയുന്നത്. ലക്ഷ്മണൻ രാമാജ്ഞ അനുസരിച്ച് ശരമേറ്റു കിടക്കുന്ന രാവണൻ്റെ അടുത്തു ചെന്നു. ഹരേ കൃഷ്ണ. ലക്ഷ്മണനെ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മാസ്ത്രമേറ്റ് വേദനിച്ചു കഴിയുന്ന രാവണൻ കരുണമായി സ്തുതിച്ചു. ഈ സമയത്ത് ശ്രീചരണങ്ങൾ എനിക്ക് തരൂ. കൊടും യുദ്ധം കുറേ ചെയ്തു, ക്ഷമിക്കണം. എൻ്റെ അന്തിമ സമയമായിരിക്കുന്നു. ഇത് കേട്ട് ലക്ഷ്മണൻ സമാധാനിപ്പിച്ചു. ഇതൊന്നും ഒരു കുറ്റമല്ല. വിധിയുടെ നിശ്ചയമനുസരിച്ച് ഓരോന്ന് നടക്കുന്നു. പരമപണ്ഡിതനായ ലങ്കാധിപതിയാണ് അങ്ങ്. രാമൻ എന്നെ പറഞ്ഞയച്ചത് രാജനീതി പഠിക്കാൻ ആഗ്രഹിച്ചാണ്. എന്തു നീതിയാണ് രാമന് അറിഞ്ഞുകൂടാത്തത്? ഞാൻ എന്തു പഠിപ്പിക്കാനാണ്? എങ്കിലും ആജ്ഞ തന്നാൽ ഭൃത്യൻ്റെ മുഖത്തു നിന്ന് കേൾക്കാൻ ഇഷ്ടമെങ്കിൽ ദർശനം തരൂ. ശക്തി ക്ഷയിച്ചു, പ്രാണൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയാവുന്ന നീതി തൃപ്പാദങ്ങളിൽ ഉണർത്തിക്കാം. ലക്ഷ്മണൻ ചെന്ന് രാമനോട് പറഞ്ഞു, രാവണൻ രാജനീതി പാഠങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. ജ്യേഷ്ഠനെ കാണാൻ ആഗ്രഹമുണ്ട്. എന്നെ ഒരുപാട് സ്തുതിച്ചു. ശ്രീ രഘുനാഥനെ ഒരിക്കൽ കൊണ്ടു ചെല്ലാമോ എന്ന് ചോദിച്ചു. രാമൻ രാവണൻ്റെ ഭക്തിഭാവമറിഞ്ഞ ഉടൻ തന്നെ രാവണൻ്റെ അടുത്തേക്ക് ചെന്നു. ലങ്കാധിപന് എഴുന്നേൽക്കാനുള്ള ശക്തിയില്ല. കിടന്നുകൊണ്ട് ഭക്തഭാവത്തിൽ പ്രണമിച്ചു. ആഘാതത്താൽ തളർന്ന് ശബ്ദത്തിന് യാതൊരു ഘനവുമില്ല. രാമനെ സർവാംഗം നോക്കിക്കണ്ടു. പ്രഭോ നാരായണ, ചിരകാലം ദാസനായിരുന്ന ഞാൻ ശാപത്താൽ രാക്ഷസനായി പിറന്നു. ധർമാധർമ്മങ്ങളില്ല പ്രപഞ്ചത്തിൽ. അവിടുത്തേക്കറിയാത്ത നീതിപാഠങ്ങൾ ഒന്നുമില്ല. അനാദി പുരുഷനായ അങ്ങയോട് ഞാൻ എന്തു രാജനീതിയാണ് പറയേണ്ടത്? ഈ വിധം രാവണൻ രാമനോട് ചോദിച്ചു. രാമൻ പറഞ്ഞു, രാവണ, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എങ്കിലും ത്രിഭുവനങ്ങളെയും ജയിച്ച മഹാബലവാനായ പുരാതനായ രാജാവാണ് താങ്കൾ. താങ്കളിൽ നിന്നും രാജനീതി കേൾക്കാൻ മോഹമുണ്ട്. എൻ്റെ ജീവൻ തന്നെ സംശയസ്ഥാനത്താണ്. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും ഞാൻ ചിലത് പറയാം. ഹരേ കൃഷ്ണ. ഉത്തമ കർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ ആലസ്യം വെടിഞ്ഞ് അപ്പോൾ തന്നെ ചെയ്യണം. പ്രമാണം പറയാം. ഒരു ദിവസം സ്വർഗത്തിൽ നിന്ന് മടങ്ങുമ്പോൾ രഥത്തിലിരുന്ന് യമപുരി കണ്ടു. യമപുരി ശൂന്യം. 3 ഗോപുരത്തിലും സാധുക്കൾ ഉണ്ടായിരുന്നു. ഒരു വശത്ത് പാപികളുടെ സ്ഥാനം കണ്ടു. പകലോ രാത്രിയോ എന്നറിയില്ല. ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. തലകീഴായി പാപികളെ തൂക്കിയിട്ടിരിക്കുന്നു. യമദൂതന്മാർ പ്രഹരിക്കുന്നു. തല ഉയർത്താൻ സമ്മതിക്കുന്നില്ല. പാപികളുടെ കരച്ചിൽ സർവത്ര. ആ രംഗം മനസ്സിനെ വേദനിപ്പിച്ചു. പാപികളുടെ ദുഃഖം തീർക്കണമെന്ന് വിചാരിച്ചു. ലങ്കയിൽ വന്നു. പല കർത്തവ്യങ്ങളായി അത് നടന്നില്ല. അതുപോലെ ഒരിക്കൽ വിചാരിച്ചു. ഈശ്വരൻ 7 സമുദ്രങ്ങൾ നിർമ്മിച്ചു. പാലാഴി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. വിചാരം ഒരുപാട് നാൾ മനസ്സിലിരുന്നു.
പല കർത്തവ്യങ്ങളുണ്ടായി, അതും നടന്നില്ല. പിന്നെ അങ്ങയോടുള്ള കലഹം, യുദ്ധം, ഇന്നും അത് നടന്നിട്ടില്ല. അതുകൊണ്ട് രഘുമണി, ശുഭകർമ്മം മനസ്സിൽ തോന്നിയാൽ ആലസ്യം വെടിഞ്ഞ് ഉടൻ തന്നെ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. രഘുരാമ, ഇപ്പോൾ പറഞ്ഞത് ശുഭകർമ്മത്തെ പറ്റിയാണ്. എന്നാൽ പാപകർമ്മത്തെ പറ്റി ഇനി പറയാം. പാപകർമ്മം ചെയ്യും മുമ്പേ അതിൻ്റെ നീതീകരണം തന്നോട് തന്നെ പറയണം, അല്ലാതെ വേഗതയിൽ ചെയ്യരുത്. രാമൻ അത് വിസ്തരിച്ച് പറയാൻ രാവണനോട് അഭ്യർത്ഥിച്ചു. പറയാൻ ശക്തിയില്ല. എത്രയെത്ര പാപം അനുഷ്ഠിച്ചു, പലതും അങ്ങയുടെ മുമ്പിൽ തന്നെയാണ്. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ കാതും മൂക്കും മുലയും മുറിച്ചു. അവൾ വന്നു പറഞ്ഞപ്പോൾ ഞാൻ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നു. വീണ്ടും ആലോചിക്കാൻ നിന്നാൽ നടക്കില്ല എന്നോർത്ത് ഞാനത് വളരെ വേഗത്തിൽ നടത്തി. എന്തായിരുന്നു ഫലം? സർവനാശം. 1,00,000 പുത്രന്മാർ മരിച്ചു. ആലോചിച്ചതിന് ശേഷമാണ് പ്രവർത്തിച്ചതെങ്കിൽ ഞാൻ ഒരിക്കലും സീതയെ കൊണ്ടുവരുമായിരുന്നില്ല. ഇത്രയും പറഞ്ഞ് രാവണൻ കണ്ണുകൾ അടച്ചു. ഹരേ കൃഷ്ണ. രാവണനെ അന്തഃപുരത്തിൽ കൊണ്ടുവന്നു. 10,000 പത്നിമാരും 14,000 കന്യകമാരും കാണാൻ വന്നു. സ്വർണശോഭയുള്ള ശരീരം പൊടിയണിഞ്ഞ് കിടക്കുന്നു. പ്രഭു എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ, ഇനി ഞാൻ എങ്ങനെ പ്രാണൻ പിടിച്ചു നിർത്തും എന്നു പറഞ്ഞ് മണ്ഡോദരി വിലപിക്കുന്നു. സഹോദരി ശൂർപ്പണഖ തന്നെ അങ്ങേക്ക് അന്തകനായല്ലോ എന്നും പറയുന്നു. ഈ സ്വർണപുരി ആർക്കു കൊടുത്തിട്ട് പോയി? മക്കളും ഭർത്താവും മരിച്ചുപോയ ഞാൻ എങ്ങനെ ഈ ദുഃഖം സഹിക്കും? റാണി മണ്ഡോദരി ഭൂമിയിൽ കിടന്നുരുണ്ട് കരയുമ്പോൾ വിഭീഷണൻ സമാധാനിപ്പിച്ചു. റാണി മണ്ഡോദരി കരയരുതേ, സീതയെ തിരിച്ചു കൊടുത്ത് യുദ്ധം ഒഴിവാക്കാൻ അപേക്ഷിച്ചതിന് ജ്യേഷ്ഠൻ സഭയിൽ വെച്ച് എന്നെ ചവിട്ടി പുറത്താക്കി. ചവിട്ടേറ്റു ഞാൻ ചെന്ന് കടൽ തീരത്താണ് വീണത്. എല്ലാ വൃത്താന്തവും റാണിക്ക് അറിയാമല്ലോ. ദുഃഖം അടയ്ക്കുകയേ വഴിയുള്ളൂ. ഇത് കേട്ട് മണ്ഡോദരിയുടെ കരച്ചിൽ ഇരട്ടിച്ചു. രാവണന്റെ ശിരസും മടിയിൽ വെച്ച് 10,000 രാജപത്നിമാർ വിലപിച്ചു. ആരും സമാധാനിപ്പിക്കാനില്ല. മണ്ഡോദരി എല്ലാവരോടും പറഞ്ഞു, കരയരുത് റാണിമാരെ. നിങ്ങളുടെ കരച്ചിൽ സ്ഥിരഭാവമായി തീരാൻ ഇടവരരുത്. നമ്മുടെ കാന്തനെ വധിച്ച ആളെ ഒന്ന് ചെന്ന് കാണാം. അത് മനുഷ്യനല്ല, സാക്ഷാൽ നാരായണനാണ്. എല്ലാവരും രാമനെ കാണാൻ ചെന്നു. രാമൻ സൈന്യത്താൽ ചുറ്റപ്പെട്ട നിലയിൽ ഇരിക്കുന്നു. ഈ സമയത്ത് മണ്ഡോദരി ചെന്ന് നമസ്കരിച്ചു. മണ്ഡോദരി പറഞ്ഞു, കമലലോചന, രാവണൻ്റെ ധർമ്മപത്നി അന്തഃപുരം വെടിഞ്ഞ് ദർശനം നേടാൻ അവിടുത്തെ തൃപ്പാദങ്ങളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങ് സ്വർഗനാഥനാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു. പുരന്ദരനെ ബന്ധിച്ചു കൊണ്ടുവന്ന ഇന്ദ്രജിത്തിൻ്റെ മാതാവാണു ഞാൻ. എൻ്റെ പതി ദാരുണമായി മരിച്ചു കിടക്കുന്നു. സൂര്യവംശത്തിലെ അവിടുന്ന് എൻ്റെ പതിക്ക് ചിതയൊരുക്കണമേ. രാമൻ ഇതുകേട്ട് സമാധാനിപ്പിച്ചു. റാണി, ദുഃഖമടക്കി അന്തഃപുരത്തിലേക്ക് ചെല്ലൂ. രാവണന് രാജോചിതമായ ചിത ഒരുക്കുന്നുണ്ട്. റാണി സ്വസ്ഥമായി അന്തഃപുരത്തിലേക്ക് ചെല്ലു. രാമവാക്യം കേട്ട് മണ്ഡോദരി സ്വസ്ഥമായി സ്വഭവനത്തിലേക്ക് പോയി. രാമൻ്റെ അനുഗ്രഹം നേടി മണ്ഡോദരി അന്തഃപുരത്തിലേക്ക് പോയി. രാവണവധം നിമിത്തം ദുഃഖിതനായ രാമൻ ഇനി ഞാൻ ധനുസ് എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. വിഭീഷണ, താങ്കളുടെ ദോഷം നിമിത്തമാണ് രാവണൻ മരിച്ചത് എന്ന് വിചാരിക്കരുത്. ദശാനനൻ സ്വന്തം ദോഷം കൊണ്ടാണ് മരിച്ചത്. രാവണൻ്റെ അഗ്നികാര്യങ്ങൾ ചെയ്യൂ. മറ്റാരും അതിനർഹരായി ഇന്നിവിടെ ഇല്ല. രാമൻ്റെ ആജ്ഞ അനുസരിച്ച് രാജോചിതമായ ചിത ഒരുക്കി വിഭീഷണൻ ചിതയ്ക്ക് തീ കൊളുത്തി. വിഭീഷണൻ അപ്പോൾ പൊട്ടിക്കരഞ്ഞു. രാവണൻ്റെ ചിതയിൽ നിന്നും ഒരു ദിവ്യ തേജസ് ഉയർന്ന് വൈകുണ്ഠത്തിലേക്ക് പോയി. ഹരേ കൃഷ്ണ. രാമൻ യുദ്ധത്തിൽ നിന്നും വിരമിച്ചു. ലക്ഷ്മണനോടൊത്തിരിക്കുമ്പോൾ മാതലി അടുത്തു ചെന്ന് വന്ദിച്ചു. പുരന്ദരനോട് അദ്ദേഹത്തിൻ്റെ ശത്രുവിനെ നിഗ്രഹിച്ചു കഴിഞ്ഞതായി പറയൂ. മാതലി രാമനെ വന്ദിച്ച് യാത്ര പറഞ്ഞു. സ്വർഗലോകത്തിലെത്തി ഇന്ദ്രനെ വിവരമറിയിച്ചു.
സുഗ്രീവനെ കണ്ട രാമൻ അതീവ സന്തോഷത്തോടുകൂടി കൈനീട്ടി ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ജന്മജന്മാന്തരങ്ങളിലും നീ എൻ്റെ മിത്രമായിരിക്കണം. താങ്കളെ കിട്ടിയാൽ ത്രിലോകവും ജയിക്കാം. സാഗരം കടന്നു വന്നതും സീതയെ രക്ഷപ്പെടുത്തിയതും എല്ലാം താങ്കളുടെ പ്രസാദത്തിലാണ്. എനിക്കൊരു കടം കൂടി വീട്ടാനുണ്ട്. വിഭീഷണന് ലങ്കയുടെ അധികാരം നൽകിയില്ല. ഇപ്പോൾ വിഭീഷണനെ ലങ്കാധിപതിയാക്കണം. 4 യുഗത്തിലും താങ്കളുടെ കീർത്തി നിലനിൽക്കും. മിത്രമേ സുഗ്രീവ, എല്ലാ ഒരുക്കങ്ങളും ചെയ്യൂ. ഉടൻ അഭിഷേകം നടത്തണം. ഹനുമാൻ, അങ്കദൻ തുടങ്ങിയവരൊക്കെ വന്നു ചേർന്നു. എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. വിളംബരം നടത്തി. നൃത്തവും സംഗീതവും വാദ്യവും ആരംഭിച്ചു. 1,00,000 ഭേരിയും 2,00,000 കരതാളവും 3,00,000 താനയും ശബ്ദഘോഷം മുഴക്കി. വിഭീഷണനെ സ്വർണലങ്കാപുരിയുടെ രാജാവായി അഭിഷേകം ചെയ്തു. രാമൻ മണ്ഡോദരിയുടെ അടുത്തു ചെന്നു വീണ്ടും പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്. രാജപത്നിയുടെ എല്ലാ അധികാരങ്ങളും കടമകളും വ്യവഹാരങ്ങളും നിറവേറ്റണം. മണ്ഡോദരിയെയും വിഭീഷണന് ഇതാ തന്നിരിക്കുന്നു. ശ്രീരാമൻ മന്ത്രിമാരോടും മിത്രന്മാരോടും ഒന്നിച്ചിരിക്കുമ്പോൾ സീതയെ കൊണ്ടുവരാൻ ഹനുമാനെ പറഞ്ഞയച്ചു. ഹനുമാനെ കണ്ട് എല്ലാവരും നമസ്കരിച്ചു. രാക്ഷസന്മാർക്ക് സംഭ്രമമായി. ആരുടെ ജീവനാണാവോ ഇനി എടുക്കാൻ പോകുന്നത് എന്നോർത്തുകൊണ്ടിരിക്കെ ഹനുമാൻ അശോകവനത്തിൽ കടന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദുഷ്ടനായ നിശാചരനാണ് ദേവിക്ക് ഈ ദുഃഖങ്ങളൊക്കെ തന്നത്. അവനെ സകുടുംബം വധിച്ചിരിക്കുന്നു. ഈ വിവരം അറിയിക്കാൻ രാമൻ എന്നെ പറഞ്ഞയച്ചതാണ്. ഈ വിവരം കേട്ടപ്പോൾ തന്നെ സീത ആനന്ദസാഗരത്തിൽ മുങ്ങി. ഹനുമാൻ ചോദിച്ചു, ശുഭവാർത്തയെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതുപോലൊരു ധനം എനിക്ക് വേറെ നൽകാനില്ല. നിന്നെ രാജാധികാരിയാക്കിയാലും കടം വീടുകയില്ല. ഹനുമാൻ പറഞ്ഞു, രാജ്യം കൊണ്ട് എന്തു പ്രയോജനം? അത് തൃപ്പാദങ്ങൾ തന്നെ ഇരിക്കട്ടെ. എനിക്ക് വേറൊന്നാണ് വേണ്ടത്. ഇത്രയും കാലം അമ്മയെ ഉപദ്രവിച്ച ഈ രാക്ഷസികളെ പല്ല് തല്ലിക്കൊഴിച്ച് തലമുടി ചുറ്റിപ്പിടിച്ച് മരത്തിലടിച്ചു കൊന്ന് സമുദ്രത്തിലെ പാറക്കെട്ടുകളിൽ കൊണ്ട് തള്ളാൻ അമ്മ അനുവാദം തരണം. ഹനുമാൻ ഈ വാക്യം പറഞ്ഞത് കേട്ട് പേടിച്ചു വിറച്ച തോഴിമാരെല്ലാം സീതയുടെ കാലു പിടിച്ചു. ഹനുമാൻ ഞങ്ങളെ കൊല്ലും, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു. സീതയപ്പോൾ ഹനുമാനോട് പറഞ്ഞു, വായുപുത്ര, വിചാരത്തിൽ പണ്ഡിതൻ, ബുദ്ധിയിൽ ബൃഹസ്പതി, അങ്ങനെയുള്ള മഹാവീരൻ ശ്രീവധം ചെയ്യാമോ? രാവണൻ ഉണ്ടായിരുന്നപ്പോൾ ഇവർ ദുഃഖം തന്നു. ഞാൻ അനുഭവിച്ച ദുഃഖം എൻ്റെ തലയിൽ എഴുതിയത്. രാവണൻ യുദ്ധത്തിൽ സവംശം നശിച്ചതിനാൽ എൻ്റെ ദുഃഖത്തെപ്പറ്റി രാമനോട് പറയൂ. എനിക്ക് വന്ന് തൃപ്പാദങ്ങളിൽ നമസ്കരിക്കണം. ഹനുമാൻ സീതയുടെ വചനമനുസരിച്ചു ചെന്ന് രാമനെ വിവരങ്ങളൊക്കെ അറിയിച്ചു. ദാസിമാരുടെ അടിയേറ്റു സീത ചുള്ളി പോലെ ക്ഷീണിച്ചിരിക്കുന്നു. എങ്കിലും രാമനല്ലാതെ മറ്റാരും ആ മനസ്സിലില്ല. ഇത്രയും കേട്ടപ്പോൾ രാമൻ ചോദിച്ചു, ആരാണ് ദേവിയെ കൊണ്ടുവരുന്നത്? ശ്രീരാമൻ സീതയെ കൊണ്ടുവരാൻ വിഭീഷണനെ പറഞ്ഞയച്ചു. വിഭീഷണൻ ദേവിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, രാമദർശനത്തിന് പോകണം. രത്നം പതിച്ച പല്ലക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പല്ലക്കിൽ കയറിയാലും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചാലും വേഗം പോകാം. രാവണൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവിയുടെ ദുഃഖമൊക്കെ തീർന്നു. രാമനെ കാണാൻ സുവേഷത്തിൽ പോകാം. കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് പല്ലക്കിൽ കയറി രാമനോട് സംസാരിക്കാൻ പോകാം. ഞാൻ അശോകവനികയിൽ ദുഃഖം അനുഭവിക്കുകയായിരുന്നില്ലേ? എനിക്കെന്തിനു കുളി, എനിക്കെന്തിന് വേഷം? ഈ വിധം സീത തിരിച്ചു ചോദിച്ചു. ഈ വേഷത്തിൽ എങ്ങനെ രാജസദസ്സിൽ ചെല്ലുമെന്ന് വിഭീഷണൻ തിരിച്ചു ചോദിച്ചു. പരമസുന്ദരിയായ വിഭീഷണ പത്നി സീതയ്ക്ക് പുതുവസ്ത്രങ്ങൾ കൊണ്ടക്കൊടുത്തു. ദേവി അതണിഞ്ഞു. സിംഹാസനത്തിലിരുത്തി. ഒരാൾ എണ്ണ തേച്ചു, ഒരാൾ കലശത്തിൽ നിന്നും ജലമൊഴുക്കി, മറ്റൊരാൾ തോർത്തി, മറ്റൊരാൾ വസ്ത്രങ്ങൾ അണിയിച്ചു. തലമുടി ഉണക്കിക്കെട്ടി ആഭരണങ്ങൾ അണിയിച്ചു. കണ്ണുകളിൽ അഞ്ജനമെഴുതി അലങ്കാരങ്ങളും കുറിക്കൂട്ടുകളും ചാർത്തി. രത്നമയമായ പല്ലക്കിൽ ജനകനന്ദിനി ഇരുന്നു. പല്ലക്കിൻ്റെ 4 വശവും പട്ടുകൊണ്ട് മറച്ചു. വഴിയിൽ ചന്ദനകളഭം തളിച്ചിരുന്നു. രാക്ഷസിമാർ മല്ലിക, പാരിജാതം തുടങ്ങിയ സുഗന്ധപുഷ്പങ്ങളാൽ വഴി അലങ്കരിച്ചു. വിഭീഷണൻ പല്ലക്കിന് മുമ്പിൽ സ്വർണം കെട്ടിയ ചൂരലുമായി നടന്നു. ലങ്കയിലെ
നാരികളും ബാലകളും വൃദ്ധകളുമെല്ലാം സീതയെ കാണാനായി നിരന്നു. ശോകഭാരം കൊണ്ട് തളർന്നിരുന്ന സ്ത്രീകൾ ശോകവും ലജ്ജയും അടക്കി എത്തിച്ചേർന്നു. ഈ സമയത്താണ് മണ്ഡോദരി സീതയെ നമസ്കരിച്ചത്. അഴിഞ്ഞുലഞ്ഞ തലമുടി പൊടിയണിഞ്ഞ് മുഷിഞ്ഞിരുന്നു. മണ്ഡോദരി സീതയോട് പറഞ്ഞു, ജനകനന്ദിനി, നീ നിമിത്തം ഞാൻ അനാഥയായി. രാവണനും ലങ്കാപുരിയും കത്തിയെരിഞ്ഞു. നീ സന്തോഷത്തോടെ രാമനെ കാണാൻ പോവുകയല്ലേ? ഈ ആനന്ദം അധിക സമയം നിലനിൽക്കുകയില്ല. ഇതു നീ മനസ്സിൽ വെച്ചുകൊള്ളുക. ഞാൻ പറഞ്ഞത് വൃഥാവിലാവുകയില്ല. വിഭീഷണൻ സീതയെ കൊണ്ടുവന്ന പല്ലക്ക് കുറച്ചു ദൂരെ വെച്ച് നിർത്തി. സീത പല്ലക്കിൽ നിന്നിറങ്ങി. വാനരന്മാരെല്ലാവരും സീതയെ കാണാൻ നിൽക്കുകയാണ്. സീത രാമനോട് സംസാരിക്കാനായി മുമ്പോട്ട് ചെന്നു. ലങ്കയിലെ രാക്ഷസ സ്ത്രീകളെല്ലാം കരഞ്ഞുകൊണ്ട് ജാനകിയെ നോക്കി പറഞ്ഞു, അധികകാലം നിനക്ക് ഈ സുഖം ഉണ്ടാവുകയില്ല. വാനരന്മാർ സീതയെ കാണാൻ തിരക്കുകൂട്ടി. സീത രാമപാദങ്ങളിൽ നമസ്കരിച്ചു. ലക്ഷ്മണനോട് വാത്സല്യോപചാരം ചെയ്തു. സദസ്സിനെ നോക്കി കൈകൂപ്പി ലക്ഷ്മണൻ സീതയുടെ പാദങ്ങളിൽ വന്ദിച്ചു. ഹരേ കൃഷ്ണ. സന്തുഷ്ടനായ ദേവേന്ദ്രൻ രാമനോട് പറഞ്ഞു, രാവണ നിഗ്രഹം ചെയ്ത് ദേവന്മാരെ രക്ഷിച്ചല്ലോ. ശ്രീരാമ, വരം ചോദിച്ചുകൊള്ളുക. ശ്രീരാമൻ പറഞ്ഞു, വരം നൽകുന്നുവെങ്കിൽ അങ്ങയുടെ വരത്താൽ മരിച്ചുപോയ വാനരന്മാർക്ക് ജീവൻ ലഭിക്കട്ടെ. ഞാൻ അവർക്ക് ധനമോ ഭൂമിയോ ഒന്നും നൽകിയിട്ടില്ല. ഭാര്യയെയും പുത്രന്മാരെയും ഉപേക്ഷിച്ച് എൻ്റെ കാര്യത്തിനായി വന്നതാണവർ. എനിക്ക് പത്നിയെ തിരികെ കിട്ടി ഇവരുടെ പത്നിമാർക്കും പുത്രന്മാർക്കും എന്തു വേദനയായിരിക്കും. ഇത് കേട്ട് ഇന്ദ്രൻ തൊഴുകൈയോടെ പറഞ്ഞു, ലോകനാഥനായ അങ്ങയെ ആരറിയുന്നു? തിരുനാമം ജപിക്കുന്നവർ മരിച്ചാലും മരിക്കുകയില്ല. അങ്ങനെയുള്ള അവിടുന്ന് ചോദിക്കുന്ന എന്തു വരമാണ് ലഭിക്കാത്തത്? ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ച് മേഘങ്ങൾ മൃതശരീരങ്ങളുടെ മേൽ അമൃതം വർഷിച്ചു. മുറിഞ്ഞ കൈകാലുകളും ശിരസ്സുകളും യഥാസ്ഥാനത്ത് കൂടിച്ചേർന്നു. 4 ഗോപുരത്തിലും കിടന്ന വാനരന്മാർ ചാടി എഴുന്നേറ്റു. അവർ വീണപ്പോൾ നേരിട്ടിരുന്ന ശത്രുവിനെ നേരിടുന്ന രീതിയിൽ ഗർജിച്ചുകൊണ്ട് പട തുടങ്ങി. ചിലർ കുംഭകർണനെ, ചിലർ ഇന്ദ്രജിത്തിനെ, ചിലർ നരാന്തകനെ, ദേവാന്തകനെ പോർ വിളിച്ചു. കൊല്ലു കൊല്ല് എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് കല്ലും മരങ്ങളും എടുത്തെറിഞ്ഞു ഭ്രാന്തന്മാരെ പോലെ മുന്നേറി. അവരുടെ കൂട്ടുകാരും ബന്ധുക്കളും യുദ്ധക്കലിയുള്ളവരെ പിടിച്ചു നിർത്തി. ആരെ തല്ലാൻ, ആരെ കൊല്ലാൻ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. രാവണനെ നിഗ്രഹിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ ഇടതുഭാഗത്തു നിൽക്കുന്ന സീതാദേവിയെ കാണിച്ചു കൊടുത്തു. ദേവന്മാർ എല്ലാവരുമുണ്ട്. ഇത് സ്വർഗലോകമാണെന്ന് തോന്നിപ്പോയി അവർക്കപ്പോൾ. തങ്ങൾ മരിച്ചിട്ട് ജീവിച്ചതാണ് എന്നറിഞ്ഞപ്പോൾ അവർ ആനന്ദത്തിൽ മുഴുകി. രാമനെ വന്ദിച്ചു. ത്രിലോകങ്ങളിൽ ഇതുപോലൊരു ദേവനില്ല. മരിച്ചവർക്ക് ജീവൻ തിരിച്ചു നൽകിയ മഹാൻ യുഗങ്ങൾ തോറും ഇതുപോലെ അവതരിക്കണമേ, അവതരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. രാമൻ അപ്പോൾ ഇന്ദ്രനോട് ചോദിച്ചു, 2 പക്ഷത്തിൽ നിന്നും സേനാംഗങ്ങൾ യുദ്ധത്തിൽ മരിച്ചു. സുധാവൃഷ്ടിയുണ്ടായിട്ടും അസുരന്മാർ ജീവിക്കാഞ്ഞത് എന്തുകൊണ്ട്? ശ്രീരാമചന്ദ്ര, വാനരന്മാർ രാവണനെ കൊല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. രാമനാമം ജപിച്ചുകൊണ്ട് മരിച്ചതിനാൽ രാക്ഷസന്മാരുടെ സൂക്ഷ്മജീവൻ അപ്പോൾ തന്നെ സ്വർഗത്തിലെത്തി. രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ വെടിഞ്ഞു പോയാൽ അക്ലേശകരമായി വൈകുണ്ഠപ്രാപ്തിയും മുക്തിയും ലഭിക്കും. ഇനി എല്ലാവരും വാസസ്ഥാനത്തേക്ക് ചെല്ലൂ. 14 വർഷം വനവാസവും 10 മാസം ഉപവാസവും കഴിഞ്ഞത് അറിഞ്ഞതേയില്ല. നിർത്താതെയുള്ള യുദ്ധം, വിശ്രമം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. രാമനും ജാനകിയും സംസാരിക്കട്ടെ, ഞങ്ങളും സ്വർഗത്തിലേക്ക് പോകട്ടെ. പുഷ്പക വിമാനം വന്നു. 10 യോജന വിസ്താരമുള്ള തേർത്തടം. കൂടുതൽ ആളുകൾ കയറുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വലിപ്പം വർദ്ധിക്കുന്നു. രാജഹംസങ്ങൾ നീന്തിക്കളിക്കുന്ന തടാകങ്ങളുണ്ട് രഥത്തിൽ. നിമിഷം കൊണ്ട് അനവധി യോജന സഞ്ചരിക്കും. രാമനും സീതയും സന്തോഷത്തോടുകൂടി രഥത്തിൽ കയറി. അവരുടെ ഒരു വശത്ത് വില്ലും അമ്പുമേന്തി സുമിത്രാനന്ദനൻ കാവലിരുന്നു. രാമൻ രഥത്തിലിരിക്കുന്നു. വാനര സൈന്യവും രാക്ഷസന്മാരും താഴെ ഭൂമിയിൽ നിൽക്കുന്നു. പ്രസന്നവദനായ രാമൻ പറഞ്ഞു,
സുഗ്രീവന്റെ ശക്തിയും വാനരന്മാരുടെ ത്യാഗവും വിഭീഷണന്റെ ദുർജയ ഗുണങ്ങളും ചേർന്നതാണ് രാവണ നിഗ്രഹം. നിങ്ങളെല്ലാവരും ചേർന്നാണ് അത് സാധ്യമാക്കിയത്. സേനാപതിമാരെയെല്ലാം പ്രശംസിക്കണം. സർവകാര്യസിദ്ധി നൽകിയത് ഹനുമാനാണ്. ഇനി എല്ലാവരും സ്വദേശങ്ങൾ പോയി ജീവിക്കുക. എല്ലാവർക്കും യാത്രാമംഗളം നേരുന്നു. എല്ലാ കണ്ണുകളും ഈറനായി കണ്ണീരൊഴുകി അവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ശ്രീരാമൻ രാജാവായിരിക്കുന്നത് കാണണം. കൗസല്യ മാതാവിനെ വന്ദിക്കണം. 4 സഹോദരന്മാരും ഒന്നിച്ചിരിക്കുന്നത് കാണണം. ഞങ്ങൾ യാത്ര പറഞ്ഞ് പോകുന്നില്ല. ഇതുകേട്ട് ശ്രീരാമൻ പറഞ്ഞു, വളരെ സന്തോഷം. അയോധ്യയിലേക്ക് പോരാൻ താല്പര്യമുള്ളവരൊക്കെ രഥത്തിൽ കയറിക്കൊള്ളുക. രാമന്റെ ആജ്ഞ കിട്ടിയപ്പോൾ വാനരന്മാരും രാക്ഷസന്മാരും രഥത്തിൽ കയറി. രഥത്തിൽ അനവധി മുറികൾ, ഓരോരുത്തർക്കും വെവ്വേറെ മുറികൾ. വനത്തിൽ അലഞ്ഞുതിരിഞ്ഞവർ ദേവകന്യയെയും കൊണ്ട് ദിവ്യരഥത്തിൽ സഞ്ചരിക്കുന്നു. ഹരേ കൃഷ്ണ. വാനര രാക്ഷസ സൈന്യങ്ങൾ 36 കോടി വിമാനത്തിൽ കയറി. രാമൻ സീതയെയും കൊണ്ട് അവരോടൊപ്പം നാട്ടിലേക്ക് പോവുകയാണ്. ഹരേ കൃഷ്ണ. ശ്രീരാമൻ പറഞ്ഞു, സീതേ, ശിവപൂജ കഴിച്ചിട്ട് അയോധ്യയിലേക്ക് പോകാം. വിമാനം താഴ്ന്നു. സേതുബന്ധനം ആരംഭിച്ചിടത്ത് മഹാദേവൻ എഴുന്നള്ളി. ഹനുമാൻ പുഷ്പചന്ദനങ്ങൾ കൊണ്ടുവന്നു. സീതയും രാമനും പൂജ നടത്തിയിട്ട് രഥത്തിൽ കയറി. താഴേക്ക് നോക്കി സീത പർണശാല ചൂണ്ടിക്കാണിച്ചു. ലതകൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും അലങ്കരിച്ച ആ ഭവനത്തിലാണ് നമ്മൾ താമസിച്ചത്. രാമൻ അപ്പോൾ കിഷ്കിന്ധ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ വെച്ചാണ് സുഗ്രീവനെ മിത്രമായി കിട്ടിയത്. ബാലിയെ വധിച്ചു. ഋഷ്യമൂകത്തിനു മുകളിലാണ് സുഗ്രീവന്റെ ഭവനം. മറ്റൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് സീതാദേവി പ്രഭുവിനോട് പറഞ്ഞു, പ്രഭു, ഇവിടെ 5 ചെടികളിലും പിടിച്ചു നിൽക്കാൻ ഞാൻ പരമാവധി നോക്കി. ആ ദുഷ്ടൻ എൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ച് രഥത്തിലേക്ക് ഇട്ടു. പ്രഭു പറഞ്ഞു, അത് പറയല്ലേ സീതേ, 14 യുഗം ആയുസ്സുണ്ടായിരുന്നു. നിന്റെ തലമുടിയിൽ പിടിച്ചതുകൊണ്ട് അല്പായുസായി മരിച്ചു. ഇതാ താഴെ പമ്പാനദി. ഇതിൻ്റെ കരയിലാണ് മാതംഗമുനിയുടെ ആശ്രമം. ഈറൻ വസ്ത്രം വൃക്ഷത്തിലിട്ട് ധ്യാനത്തിലിരുന്നു. 1000 വർഷം കഴിഞ്ഞാണ് ഉണർന്നത്. പിന്നെ വീണ്ടും രാമൻ പറഞ്ഞു, ഇവിടെയാണ് കബന്ധൻ കിടന്നിരുന്നത്. ഓരോ കൈയും ഓരോ യോജന. ഇത് ജടായുവിൻ്റെ സ്ഥാനം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് പ്രാണൻ വെടിഞ്ഞു. ഇതാ നോക്കൂ, ഈ ഗൃഹത്തിൽ നിന്നാണ് രാവണൻ ദേവിയെ മോഷ്ടിച്ചത്. ഇത് രണഭൂമി. ഖരനെയും ദൂഷണനെയും സൈന്യത്തെയും നിഗ്രഹിച്ചത് ഇവിടെ വെച്ചാണ്. ഇതാണ് അഗസ്ത്യമുനിയുടെ സ്ഥാനമായ പഞ്ചവടി. ഇത് ശൂർപ്പണഖയുടെ കാതും മൂക്കും മുറിച്ച സ്ഥലം. ഇതാണ് ശരംഗാശ്രമം. പുരന്ദരൻ ഇവിടെ വെച്ചാണ് വിശിഷ്ടമായ ചാപവും ബാണവും നൽകിയത്. ഇവിടെ അടുത്താണ് അത്രിമുനിയുടെ ആശ്രമം. ഇങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വിമാനം ശൃംഗവേരപുരത്തെത്തി. ഇവിടെ എൻ്റെ മിത്രം ഗുഹനുണ്ട്. അക്കാണുന്നത് നന്ദിഗ്രാമം. അവിടെയാണ് ഭരതൻ. നന്ദിഗ്രാമം എന്ന് കേട്ടപ്പോൾ വാനരന്മാരൊക്കെ എഴുന്നേറ്റ് എത്തി നോക്കി. പ്രഭോ, അപ്പോൾ നമ്മൾ ദേശത്തെത്തി അല്ലേ? ഭരദ്വാജാശ്രമത്തിൽ ചെന്ന് മുനിയെ വന്ദിച്ചിട്ട് പോകണമെന്ന് രാമൻ വിചാരിച്ചു. അപ്പോഴേക്കും രഥം താഴ്ന്നു. രാമൻ രഥത്തിൽ നിന്നിറങ്ങി മുനിയെ വന്ദിച്ചു. മഹർഷിയെ, വളരെ കാലം വനവാസത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിവരങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഭരതന്റെ ഭരണത്തിലെ ബലാബലം, അമ്മയുടെയും ചെറിയമ്മയുടെയും വിവരങ്ങൾ എല്ലാം പറയൂ. മഹർഷി അപ്പോൾ ഭരതന്റെ വിശേഷം പറഞ്ഞു. ചതുർയുഗങ്ങളിലൊന്നും 3 ലോകത്തും കേട്ടിട്ടില്ല. ഭരതന്റെ കാര്യം അങ്ങനെയാണ്. രാജ്യവും സിംഹാസനവും ആനയും കുതിരയും എല്ലാം വെടിഞ്ഞ് മരത്തണലിൽ ജടയും ചൂടിയിരിക്കുന്നു. ചന്ദനം മുതലായവ ഒന്നും തന്നെ ലേപനം ചെയ്യില്ല. രാജാവ് രാജസുഖങ്ങളിലൊന്നും യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. മുനിയെ പോലെയാണ് ജീവിക്കുന്നത്.
രത്നസിംഹാസനത്തിൽ പട്ടുവിരിച്ച് അങ്ങയുടെ പാദുകങ്ങൾ അതിന്മേൽ വെച്ച് സ്വയം കൃഷ്ണമൃഗത്തോലിലിരുന്ന് പാദുക സേവ ചെയ്യുന്നു. വസിഷ്ഠനും നാരദരുമൊക്കെയായി കൂടിയാലോചിച്ച് രാജ്യകാര്യങ്ങൾ നടത്തുന്നു. മഹർഷി പറയുന്ന കഥകൾ കേൾക്കാൻ രാമന് കൗതുകം തോന്നി. മഹർഷി വീണ്ടും പറഞ്ഞു, രാമ, അങ്ങ് വന്നതുകൊണ്ട് ജീവിതം സഫലമായി. മുനിമാർ യജ്ഞം ചെയ്യുന്നത് വിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. നാരായണൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നല്ലോ. സീതാവിരഹം നിമിത്തവും വനവാസം നിമിത്തവും എത്രയെത്ര ദുഃഖങ്ങൾ സഹിച്ചു. അതെല്ലാം രാവണവധം നിമിത്തം തീർന്നു. രാമ, ഭൂഭാരം അങ്ങ് തീർത്തിരിക്കുന്നു. മുനിയെ വന്ദിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, നന്ദിഗ്രാമത്തിൽ ചെന്ന് ഭരതനെ വിവരമറിയിക്കുക. പോകും വഴി രാമൻ മിത്രമായ ഗുഹനെയും കണ്ടു. വീരഹനുമാൻ ഭരതൻ്റെ അടുത്തെത്തി. വിഷ്ണുവിൻ്റെ അവതാരമായ ഭരതനെ ഹനുമാൻ തിരിച്ചറിഞ്ഞു. കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, സുഗ്രീവൻ്റെ മന്ത്രി വായുപുത്രൻ ഹനുമാനാണ് ഞാൻ. വിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ ദാസൻ. ആ പുണ്യം കൊണ്ടാണ് അങ്ങയെ കാണാൻ കഴിഞ്ഞത്. അങ്ങയെ കണ്ടാൽ പാപമോചനം ഉണ്ടാകുന്നു. അങ്ങയുടെ മാതാവ് കേകേയപുത്രിയായ കൈകേയി സൗഭാഗ്യത്തിൽ നിസ്തുല. ആ ഉദരത്തിൽ അങ്ങ് ജനിച്ചു. എങ്കിലും ആ അമ്മ നിത്യമായ ഒരു വരം ചോദിച്ചു. ദശരഥനോട് രാമന് വനവാസവും അങ്ങേക്ക് രാജ്യവും. പുത്രനായ അങ്ങയുടെ ഗുണത്താൽ ആ ദുഷ്കീർത്തി ഇല്ലാതായി. ത്രിഭുവനങ്ങളിൽ അങ്ങയെപ്പോലെ മറ്റൊരാളില്ല. രാജാവായിരുന്നിട്ടും രാജഭോഗങ്ങൾ അനുഭവിക്കാതെ ജ്യേഷ്ഠനോടുള്ള സ്നേഹത്താൽ രാജയോഗം ത്യജിക്കുന്ന മഹാത്യാഗി എന്ന് ലോകം അങ്ങയെ പ്രശംസിക്കും. ആരുടെ പാദങ്ങളാണോ ഈ സിംഹാസനത്തിൽ വെച്ച് പൂജിക്കുന്നത്, ആ രാമൻ ശുഭവാർത്ത അറിയിക്കാൻ എന്നെ അയച്ചിരിക്കുകയാണ്. ഭരതൻ ഇത് കേട്ട ഉടനെ തന്നെ എഴുന്നേറ്റ് ഹനുമാനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം, പറയൂ എന്ന് പറഞ്ഞു. ഹനുമാൻ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം സവിസ്തരം ഭരതനെ പറഞ്ഞു കേൾപ്പിച്ചു. ഹനുമാന്റെ വിശേഷങ്ങൾ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഭരതൻ ശത്രുഘ്നെ വിളിച്ചു. അനുജ, ശുഭദിനമായി. ദുഃഖം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാമൻ അനവധി ദിവസങ്ങൾക്കു ശേഷം ദേശത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. വിഗ്രഹങ്ങൾക്ക് അഭിഷേകം നടത്തുക, ദേവസ്ഥാനങ്ങളിൽ വാദ്യങ്ങൾ മുഴക്കുക, ധൂപങ്ങളും നിവേദ്യങ്ങളും നൽകുക, വഴികൾ കുന്നും കുഴിയും ഇല്ലാതെ ഒത്ത നിരപ്പാക്കുക, എല്ലാ വഴികളും അടിച്ചു തളിക്കുക. എല്ലാവരും ഒരുങ്ങട്ടെ ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാൻ. ഭരതൻ പറഞ്ഞതൊക്കെ ശത്രുഘ്നൻ നടപ്പിലാക്കി. നന്ദിഗ്രാമം ദേവലോകം പോലെയായി. രാമപാദുകങ്ങൾ ശിരസിൽ എഴുന്നള്ളിച്ചുകൊണ്ട് ഭരതൻ മുമ്പിൽ നടന്നു. സാമന്തന്മാർ എല്ലാവരും പിന്നാലെ നിന്നു. പാദുകങ്ങൾക്ക് കുടയും ആലവട്ടവും വെൺചാമരവും വീശി. രാമനെ ആനയിക്കാൻ പോകുന്നു. ഭരതനെ പ്രജകൾ വന്ദിച്ചു. ഗൃഹസ്ഥന്മാരും വസിഷ്ഠൻ, നാരദൻ എന്നീ പുരോഹിതന്മാരും എത്തി. ഗർഭിണികൾ ക്ഷീണവും കുലവധുക്കൾ ലജ്ജയും വെടിഞ്ഞ് ശ്രീരാമദർശനത്തിനെത്തി. അന്ധന്മാർക്ക് രാമനെ കാണാൻ കാഴ്ച കിട്ടി. അനേകം ബ്രാഹ്മണരും ബ്രാഹ്മണ സ്ത്രീകളും എത്തി. വീടുകളിൽ ഒരു ജീവിയും തങ്ങിയില്ല. കൂട്ടിൽ പശുക്കൾ നിന്നില്ല. മരത്തിൽ പക്ഷികൾ കിടന്നില്ല. പുഴുക്കൾ പോലും കിടന്നില്ല. എല്ലാ ജീവികളും രാമനെ കാണാനായി വഴിയോരത്ത് എത്തി. സ്ഥാവരങ്ങളും ജംഗമങ്ങളും കീടങ്ങളും തടിച്ചുകൂടി. ഭൂതപ്രേത പിശാചുക്കൾ വരെ രാമനെ കാണാനായി വന്നു ചേർന്നു. ഹരേ കൃഷ്ണ, അതാ ശ്രീരാമചന്ദ്രൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അസ്ഥിചർമ്മ മാത്രമായ ഭരതനെ കണ്ട് രാമൻ വിഷണ്ണനായി. ഭരതൻ്റെ തോളിൽ പിടിച്ചു. ഹനുമാൻ മെല്ലെ രഥത്തിലേക്ക് ആനയിച്ചു. 4 സഹോദരന്മാരും രഥത്തിൽ വെച്ച് ഒന്നിച്ചു. 14 വർഷത്തിനു ശേഷം ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് പ്രേമപൂർണമായി തമ്മിൽ ആലിംഗനം ചെയ്തു.
ഭരതൻ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു, ജാനകിയെയും നമസ്കരിച്ചു. രണ്ടാളും ഭരതനിൽ 100 അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ശ്രീരാമൻ വസിഷ്ഠനെ നമസ്കരിച്ചു. പുത്രശോകം കൊണ്ട് കൗസല്യ എല്ലും തോലുമായി. അവരുടെ മുഖത്ത് രാമ രാമ എന്നില്ലാതെ മറ്റൊരു ശബ്ദവുമില്ല. സുമിത്രയുടെ കണ്ണിൽ നിന്നും അശ്രുക്കൾ ധാരധാരയായി ഒഴുകി. ഏതു സമയത്തും രാമ രാമ എന്ന് പറഞ്ഞ് കണ്ണീരണിഞ്ഞിരുന്നു. രാമൻ സീതയെയും ലക്ഷ്മണനെയുമൊത്ത് ഈ സമയത്ത് രഥത്തിൽ നിന്നിറങ്ങി കൗസല്യ ഭവനത്തിലേക്ക് പോയി. രാമൻ കൗസല്യയെയും സുമിത്രയെയും നമസ്കരിച്ചു. ചിരഞ്ജീവിയാകട്ടെ എന്ന് രണ്ടാളും ആശീർവദിച്ചു. അന്ധന് കാഴ്ച തിരിച്ചു കിട്ടിയാലെന്ന വണ്ണം രണ്ടുപേരും ആനന്ദിച്ചു. ശ്രീരാമചന്ദ്രൻ കൈകേയി ഭവനത്തിലെത്തി. കൈകേയി സ്വഭവനത്തിൽ തലകുനിച്ച് നിലത്തിരിക്കുമ്പോൾ രാമൻ കയറിച്ചെന്നു. പാദങ്ങളിൽ വന്നിച്ചു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, 14 വർഷം പൂർത്തിയാക്കി തിരിച്ചു വന്നിരിക്കുന്നു. വനത്തിൽ പല ആപത്തുകളുമുണ്ടായി, എന്നാൽ അതെല്ലാം അവിടുത്തെ അനുഗ്രഹം കൊണ്ട് തരണം ചെയ്തു. കൈകേയി ലജ്ജയോടുകൂടി പറഞ്ഞു, എൻ്റെ ഏതോ പാപം കൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ദോഷിയാണ്. ദേവകാര്യം നടത്തുവാനാണ് നീ വനത്തിൽ പോയത്. ഞാൻ അതിന് ഒരു നിമിത്തമായി എന്നേ ഉള്ളൂ. ചെറിയമ്മ ഭരതനെ അധികം സ്നേഹിച്ചു. അറിഞ്ഞുകൊണ്ട് തന്നെ നിനക്കൊരുപാട് ദുഃഖങ്ങളും തന്നു. ചീത്ത വാക്കുകൾ പറഞ്ഞു. ദുഃഖങ്ങളുടെയും സുഖങ്ങളുടെയും ദാതാവായ നീ എല്ലായ്പ്പോഴും ഇളകാതെ നിന്നു. ചെറിയമ്മ ഇങ്ങനെ തൻ്റെ ദുർഗതികളെപ്പറ്റി പറഞ്ഞപ്പോൾ രാമൻ ലജ്ജിതനായി വിനയാന്വിതനായി കൈകേയിക്ക് സന്തോഷം പകർന്നുകൊണ്ട് പറഞ്ഞു, ഇതൊന്നും അമ്മയുടെ കുറ്റമല്ല, ഇതെല്ലാം എൻ്റെ വിധിയാണ്. എല്ലാവരും ശ്രീരാമനെ കാണാനായി എത്തി. വിശിഷ്ട വ്യക്തികൾ, ബ്രാഹ്മണർ, മഹാമുനിമാർ എല്ലാവരും രാമനെ കണ്ടു. ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടത്താനുള്ള തീരുമാനമായി. ഹരികൃഷ്ണ. രതി, സതി, ഹൈമവതി, ലീലാവതി, ഭാനുമതി തുടങ്ങിയ ദേവകന്യകമാർ ദാസിമാരോടൊത്ത് അയോധ്യയിലെത്തി. താലത്തിൽ കറുകപ്പുല്ലരിയും ദീപവും വെച്ച് മംഗളാരതി ചെയ്തു. കിന്നരികളും വിദ്യാധരികളും അഭിഷേക ഉത്സവത്തിന് വന്നു. നൃത്തഗീതങ്ങൾ സമർപ്പിച്ചു. സാമന്ത രാജാക്കന്മാരും പ്രജകളും എല്ലാവരും ആനന്ദിച്ചു. ബ്രാഹ്മണർക്ക് പലതരം അർത്ഥങ്ങൾ ദാനം ചെയ്തു. ബ്രഹ്മാവ് ശ്രീരാമനെ സ്വർണത്താമരമാല ഇടുവിച്ചു. ഇന്ദ്രൻ മാണിക്യം കലർന്ന സ്വർണമുത്തുമാല സമ്മാനിച്ചു. കുബേരൻ വിവിധ രത്നങ്ങൾ കൊരുത്ത മാല സമ്മാനിച്ചു. ദേവന്മാർ നൽകിയ ഉപഹാരങ്ങൾ അണിഞ്ഞ് രാമൻ വിശ്വപൂജിതനായി. ഹരേ കൃഷ്ണ. രാമ അഭിഷേക കഥ കേൾക്കുന്നവർക്ക് ഐഹിക സമ്പത്തുണ്ടാകും, പരലോക സൗഖ്യം ലഭിക്കും. കോടിക്കണക്കിന് ബ്രാഹ്മണരാണ് രാമസന്നിധിയിൽ എത്തിയത്. അവർക്കൊക്കെ എന്തെല്ലാമാണോ ആഗ്രഹിച്ചത് അതെല്ലാം കിട്ടി. ഗ്രാമം, സ്വർണം, വസ്ത്രം, പശു ആരും പൂർണ്ണമാകാതെ പോയില്ല. ചൈത്രമാസത്തിലെ പുണർദം നാൾ രാമൻ വെൺകൊറ്റക്കുട അണിഞ്ഞു. സ്വർണത്താമര മാല അണിഞ്ഞിരിക്കുന്ന രാമൻ അംഗദന് വിശിഷ്ടഭൂഷകൾ നൽകി അനുഗ്രഹിച്ചു. സേനാപതിമാർക്കെല്ലാം പുരസ്കാരങ്ങൾ നൽകി. ഹനുമാൻ കണ്ണു തുടയ്ക്കുന്നു. എനിക്ക് മാത്രമെന്തേ പ്രസാദം തന്നില്ല? അപ്പോൾ സീതാദേവി രാമൻ തനിക്കു നൽകിയ രത്നഹാരം ഊരിയെടുത്തു. പലതരം രത്നങ്ങൾ പതിച്ചുണ്ടാക്കിയ ദിവ്യഹാരം. വലിയ വലിയ സേനാപതികൾ നോക്കി നിന്നു, ആർക്കാണ് ഈ ദിവ്യഹാരം കിട്ടുക? സീത അത് കയ്യിൽ വെച്ചുകൊണ്ട് രാമനെ നോക്കി. ആ മാല ആർക്ക് വേണമെങ്കിലും നൽകിക്കൊള്ളാൻ രാമൻ പ്രോത്സാഹിപ്പിച്ചു. സീത പലവട്ടം പലർക്കും ജീവൻ പകർന്ന അത്ഭുത വിക്രമനായ ഹനുമാനെ നോക്കി. ഹനുമാൻ ചെന്ന് പ്രസാദം വാങ്ങിച്ചു, കഴുത്തിലണിഞ്ഞു. ജാനകി പറഞ്ഞു, ധരിത്രി എത്ര കാലം ഉണ്ടായിരിക്കുന്നുവോ അത്രയും കാലം രോഗമോ ശോകമോ തീണ്ടാതെ അക്ഷയനായി അമരനായി നീ ജീവിക്കും.
എവിടെയൊക്കെ രാമനാമം ഉച്ചരിക്കുന്നുവോ അവിടെയൊക്കെ എത്തിച്ചേരാൻ നിനക്ക് കഴിയുമാറാകട്ടെ. ചിരിച്ചുകൊണ്ട് ഹനുമാൻ മാല കയ്യിലെടുത്തു. പല്ലിളിച്ചുകൊണ്ട് അത് തുണ്ടം തുണ്ടമാക്കി. ലക്ഷ്മണൻ അത് കണ്ട് ചിരിച്ചു. രഹസ്യമായി കോപത്തോടെ രാമനോട് ചോദിച്ചു, മൃഗജാതിയിൽപ്പെട്ട വാനരന് ചാബല്യമുണ്ടാകും. എന്തിനാണ് വാനരൻ്റെ കഴുത്തിൽ രത്നമാല ഇട്ടത്? രാമൻ ഇത് കേട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, എന്തിനാണ് രത്നഹാരം പൊട്ടിച്ച് തുണ്ടം തുണ്ടമാക്കിയതെന്ന് ഹനുമാൻ അറിയാം. ഹനുമാനോട് ചോദിക്കൂ. ഹനുമാൻ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, വളരെ വിലയേറിയതാവുമെന്ന് കരുതിയാണ് ഞാൻ ഹാരം മേടിച്ചത്. കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സിലായി ഇതിൽ രാമനാമം ഇല്ലെന്ന്. രാമനാമാങ്കിതമല്ലാത്ത ഏതു ധനവും ഉടൻ ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ലക്ഷ്മണനുടൻ ചോദിച്ചു, മാരുതി, നിന്റെ ശരീരത്തിൽ രാമനാമമില്ലല്ലോ, അത് വെറുതെ ചുമക്കുകയാണോ? എങ്കിൽ അതും ത്യജിക്കുക. ഇത് കേട്ട് ഹനുമാൻ നഖങ്ങൾ മാറിടത്തിലാഴ്ത്തി മാറിടം പിളർന്നു. ഹസ്തികളിലെല്ലാം രാമനാമം, ലക്ഷം ലക്ഷം രാമനാമം സദസാകെ നടുങ്ങി അമ്പരന്നു പോയി. ലജ്ജിതനായ ലക്ഷ്മണൻ മുഖം കുനിച്ചു. പിന്നീട് ഹനുമാനോട് പറഞ്ഞു, പവനനന്ദന, നിന്നെപ്പോലൊരു രാമഭക്തൻ വേറെയില്ല. രാമനെ അങ്ങ് അറിയുന്നു, രാമൻ അങ്ങേയും. ആ മഹത്വത്തിൻ്റെ അതിര് ഞാൻ എങ്ങനെ അറിയും? ഹനുമാൻ പറഞ്ഞു, രാമൻ്റെ ദാസന് ദാസനാവുക എന്നതിനപ്പുറം എനിക്കെന്ത് ധനം? വീരഹനുമാൻ പറഞ്ഞതു കേട്ട് ശ്രീരാമൻ പുഞ്ചിരി തൂകി. ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്താൽ യുദ്ധകാന്ഡം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇതുവരെ ഇത് ശ്രദ്ധയോടുകൂടി ഈ രാമായണം ശ്രവിച്ചതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് തടസ്സങ്ങൾ ഇതിനിടയിൽ എനിക്കുണ്ടായി. ഇപ്പോഴും പ്രതിസന്ധികൾ ഒഴിഞ്ഞിട്ടില്ല. എങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ കർക്കടകം തീരുമ്പോഴേക്കും യുദ്ധകാന്ഡവും പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. നിങ്ങളെല്ലാവരും തന്നെ അത് കേട്ടു എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ സന്തോഷം. നമ്മുടെ പ്ലേലിസ്റ്റിൽ രാമായണം എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഇതെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. കേൾക്കാത്തവർ ഇത് കഴിഞ്ഞിട്ടായാലും ആ ഭാഗങ്ങൾ എടുത്ത് കേട്ട് രാമനാമം ജപിക്കണം. അതിനേക്കാൾ വലിയ പുണ്യം നമുക്ക് ഈ ലോകത്ത് മറ്റൊന്നും ചെയ്യാനില്ല. ഉത്തര രാമായണമുണ്ട്. അത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമാണ്. ഉടൻ തന്നെ അതും ഞാൻ പറയുന്നതായിരിക്കും. ഒരു 2 ദിവസത്തെ സമയം കൂടി എനിക്ക് തരണം. അത് കഴിയുമ്പം ഞാൻ വീണ്ടും അത് പറഞ്ഞു തുടങ്ങാം. എല്ലാവരും ഇപ്പോൾ രാമായണം എങ്ങനെയാണോ കേട്ടത് അതേപോലെ തന്നെ മുമ്പോട്ട് ഉത്തരരാമായണവും കേൾക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഉപകഥകളൊക്കെ പറയാനുണ്ടായിരുന്നു. അതും സമയാസമയങ്ങളിൽ ഞാൻ പറഞ്ഞുകൊള്ളാം. എല്ലാവരും കഥകൾ കേൾക്കുക. വിശേഷ ദിവസങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ വിശേഷ ദിവസങ്ങളുടെ പ്രത്യേകതകളും മനസ്സിലാക്കി നാമം ചൊല്ലി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരും നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.